ഹായ് എവരിവൺ, സിവിൽസ് വേൾഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളൊരു സിവിൽ സർവൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലൂടെ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസിനെ പറ്റിയാണ്. ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം വേറൊരു വാർത്ത, ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. നമ്മുടെ ചാനലിൽ സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ക്ലാസ്സസ് തുടങ്ങുകയാണ്. സാധാരണ എല്ലാ കാര്യങ്ങളും മലയാളീകരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം നമുക്ക് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഇംഗ്ലീഷിലാണ് അവൈലബിൾ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഉള്ള കാര്യങ്ങൾ മലയാളത്തിൽ ക്ലാസ്സുകൾ നൽകി പഠിപ്പിക്കുന്നതായിരിക്കും. അതായത് മെറ്റീരിയൽസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ മലയാളത്തിൽ ഡിസ്ക്രിപ്ഷൻസ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസാണ്. നമ്മൾ സിലബസിന് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഇതിന് ശേഷം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ സിലബസിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ പാർട്ട് 3 വീഡിയോയിനകത്ത് കൂടുതലായിട്ട് മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. മെയിൻസ് എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പേപ്പർ കാണുന്നുണ്ട്. പേപ്പർ A, B, ദെൻ പേപ്പർ 1, 2, 3 മുതൽ പേപ്പർ 7 വരെ ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് നമുക്ക് മെയിൻസ് എക്സാമിന് ശേഷം അത് പാസ്സായതിന് ശേഷമുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി നിർത്താം. ആദ്യം നമ്മൾ കാണുന്നത് പേപ്പർ A ആൻഡ് B ആണ്. അത് കഴിഞ്ഞ് പേപ്പർ 1 മുതൽ 7 വരെ, അങ്ങനെ 7 + 2 അങ്ങനെ 9 പേപ്പേഴ്സാണ് നമുക്ക് മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പേപ്പർ എയും ബിയും ശരിക്കും അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കുവാണ്. പേപ്പർ A ആണെന്നുണ്ടെങ്കിൽ കമ്പൾസറി ആയിട്ടുള്ള ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. അതായത് നമ്മളിപ്പോൾ മലയാളത്തിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം ചൂസ് ചെയ്യാം. അതുപോലെ ഹിന്ദി ചൂസ് ചെയ്യാം, കന്നഡ ചൂസ് ചെയ്യാം. അതായത് അതിനകത്തുള്ള കണ്ടീഷൻ ഇത്ര മാത്രമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂളിൽ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള 22 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പൾസറി ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഷെഡ്യൂൾ 28ൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തൊരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. സോ അതുകൊണ്ട് നമുക്കൊരു ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഇംഗ്ലീഷ് ഒഴികെയുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ നമുക്ക് ചൂസ് ചെയ്യാം. അതൊരു 300 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന 3 മണിക്കൂറുള്ളൊരു എക്സാമിനേഷൻ ആയിരിക്കും. രണ്ടാമത് പേപ്പർ B എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അത് 300 മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. 3 മണിക്കൂറാണ് അതിനും സമയപരിധി. ഈ 2 പേപ്പറും ക്വാളിഫയിങ് ആണ്. ക്വാളിഫയിങ് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ ഈ എക്സാമിനേഷന് നമ്മൾ ഈ 2 പേപ്പറും ജസ്റ്റ് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു മാർക്ക് വാങ്ങിച്ച് ക്വാളിഫൈ ആയാൽ മാത്രം മതി. ഇതിൻ്റെ മാർക്ക് പിന്നീട് നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല. അതായത് ഈ 2 പേപ്പേഴ്സിന് 1/4 അതായത് 4/1 മാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. അതായത് 300ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 75 മാർക്ക് വാങ്ങിച്ച് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ലാംഗ്വേജും അതുപോലെ ഇംഗ്ലീഷും പാസ്സാകുക. അപ്പോൾ അതിന് കൂടുതൽ മാർക്ക് കിട്ടുന്നത് കൊണ്ട് വലിയ യൂസൊന്നുമില്ല. പക്ഷേ ഈ മിനിമം 75 മാർക്ക് നമ്മൾ ഈ 2 പേപ്പറിനും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പേപ്പേഴ്സ് വാല്യൂ ചെയ്യുന്നതല്ല. അതായത് മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യം ഈ 2 പേപ്പറായിരിക്കും വാല്യൂ ചെയ്യുന്നത്. അത് ക്വാളിഫൈ ആകുന്ന ആളുകൾ മാത്രമേ പിന്നീട് ബാക്കിയുള്ള പേപ്പേഴ്സ് വാല്യൂ ചെയ്യത്തുള്ളൂ. ഈ 2 പേപ്പറും എന്ന് പറയുന്നൊരു മെട്രിക്കുലേഷൻ അതായത് ഒരു 10th ലെവലിൽ അതിനൊരു ഇക്വലൻറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് 2ൻ്റെ എക്സാമിനേഷൻ്റെ മാർക്ക് കൗണ്ട് ചെയ്യുന്നതല്ല. അത് കഴിഞ്ഞിട്ട് നമുക്കിനി മെയിനായിട്ട് നമ്മുടെ എക്സാമിനേഷൻ്റെ അതായത് റാങ്കിനെ ബാധിക്കുന്നത് പേപ്പർ 1 to 7 വരെയുള്ള പേപ്പേഴ്സാണ്. അതിൽ എല്ലാ പേപ്പറിനും നമുക്ക് 250 മാർക്കാണുള്ളത്. അതും 3 അവേഴ്സാണ് നമുക്ക്, അതായത് 3 അവേഴ്സാണ് നമ്മുടെ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് എസ് എ ആണ്. എസ് എയിൽ നിലവിലെ സിലബസിൻ്റെ രീതി അനുസരിച്ച് കുറച്ച് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 2 എസ് എ ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് 2 എസ് എ ആണ് അപ്പിയർ ചെയ്യേണ്ടത്.
ആ എസ് നമ്മൾ വളരെ ഓർഡറായിട്ട് നമ്മൾ അപ് ടു പോയിൻ്റായിട്ട് അത് നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് ആ ഒരു രീതിയിലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ പേപ്പർ 2 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 1 ആണ്. പിന്നെ ജനറൽ സ്റ്റഡീസ് 2, ജനറൽ സ്റ്റഡീസ് 3, ജനറൽ സ്റ്റഡീസ് 4. ഈ 4 പേപ്പറുമാണ് ജനറൽ സ്റ്റഡീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ്. അത് കഴിഞ്ഞുള്ളത് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ്. ഓപ്ഷണൽ സബ്ജക്റ്റ് നമ്മൾ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്താലും നമുക്കത് 2 പേപ്പേഴ്സായിട്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാകുന്നത്. 250 മാർക്ക് വെച്ചിട്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ മലയാളമാണ് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത്. മലയാളം പേപ്പർ 1 ഉണ്ട്, മലയാളം പേപ്പർ 2 ഉണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടലി 500 മാർക്കിനായിരിക്കും മലയാളത്തിന് എക്സാമിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ശരിക്കും നമ്മൾ ഈ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ 250ൻ്റെ 7 പേപ്പറാണുള്ളത്. അതായത് 1750 മാർക്കിനാണ് മെയിൻസ് എക്സാമിനേഷൻ ശരിക്കും നമ്മൾ എന്തിന് നോക്കുന്നത്, റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 1700 ഔട്ട് ഓഫ് 1750 എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു ഉള്ളത് എന്നതിനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മെയിൻസ് എക്സാമിനേഷൻ പാസ്സാകുന്നത്. അതിനോടൊപ്പം പേഴ്സണാലിറ്റി ടെസ്റ്റ് 275 മാർക്കിനായിരിക്കും. അതുകൂടെ ആഡായി വരുമ്പോൾ 2025 മാർക്കിനായിരിക്കും നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ പ്ലസ് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ മാർക്ക് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോട്ടൽ സ്കോർ. ഇതിനകത്ത് മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ നോർമലി ഒരു 50% ബിലോ ആയിരിക്കും നമ്മുടെ എന്തായാലും കട്ട് ഓഫ് മാർക്ക്. അതായത് ഈ പറയുന്ന ഏത് വർഷത്തെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1000-ന് താഴെ മാത്രമായിരിക്കും നമുക്കതിനകത്ത് കട്ട് ഓഫ് മാർക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ പേപ്പറിനെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നാലും ഞാൻ ഇവിടെ ഒന്നുകൂടി എടുത്ത് പറയുന്നു, സിലബസ് നമ്മൾ ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ടല്ല ഇവിടെ നോക്കുന്നത്. പകരം സിലബസിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഒറ്റ നോട്ടത്തിലുള്ളൊരു ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് പേപ്പർ 1 SC ആണ്. നേരത്തെ പറഞ്ഞിരുന്നു 250 മാർക്കിൻ്റെ ഒരു എക്സാമാണ്. അതിനകത്ത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള സിലബസ് UPSC എക്സാമിനേഷന് തന്നിട്ടില്ല. പകരം നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് എന്ന് പറയുന്നത് GS പേപ്പർ 1, 2, 3 ഈ 3 പേപ്പേഴ്സിനകത്തുള്ള സിലബസ് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ സിലബസ് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എസ്സേകൾ എഴുതി ശീലിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് ഒരു ബേസ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമുക്ക് ടോപ്പേഴ്സായിട്ടുള്ള ആളുകളുടെ പ്രീവിയസ് ആയിട്ടുള്ള എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ടുള്ള ടോപ്പേഴ്സായിട്ടുള്ള ആളുകളുടെ എസ്സേ പേപ്പറുകൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റിൽ. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് ക്വസ്റ്റ്യൻസും അവരെങ്ങനെയാണ് ആൻസർ അപ്പിയർ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അത് നോക്കി അത് കണക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് നമുക്കൊരു അടിസ്ഥാനമാക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ എസ്സേകൾ അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2 എസ്സേയാണ് നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്. UPSC പറഞ്ഞിരിക്കുന്ന ടു അറേഞ്ച് ഐഡിയാസ് ഇൻ ഓർഡർലി ഫാഷൻ. നമ്മുടെ ഐഡിയാസ് ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ എസ്സേ എഴുതുന്നെങ്കിലും അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് നമ്മളെ ഓർഡറായിട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടു റൈറ്റ് കോൺസൈസ്ലി. അതെന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് പോയിൻ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇനി പേപ്പർ 2 ഏതാണെന്ന് നോക്കാം. ജനറൽ സ്റ്റഡീസ് 1 ആണ്. അതും 250 മാർക്ക്, 3 മണിക്കൂർ സമയം കിട്ടുന്ന ഒരു എക്സാമിനേഷനാണ്. ഇതിനകത്ത് ഉള്ള സിലബസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ. അപ്പം നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് വിളിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസിൻ്റെ സിലബസ് പറയുന്ന സമയത്ത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നൊരു സിലബസ് നമ്മൾ അവിടെ കണ്ടിരുന്നില്ല. പക്ഷേ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിലും മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലും നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് കൺസ്ട്രക്ഷൻസും ആർട്ടുകളും ആ രീതിയിലുണ്ടായിരുന്ന കൾച്ചറുകളും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആണ് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിക്കുന്നത്. അപ്പം ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയും മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയും ഇവിടെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നില്ലെങ്കിലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആർട്ട് ആൻഡ് കൾച്ചർ അതോടൊപ്പം തന്നെ മോഡേൺ ഹിസ്റ്ററിയിൽ ഉണ്ടാകുന്ന ആർട്ട് ആൻഡ് കൾച്ചറും അതുപോലെ തന്നെ ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മെയിൻസ് എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏൻഷ്യൻ്റ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത് മെയിൻസ് എക്സാമിനേഷന് ആവശ്യമില്ല. പക്ഷേ അതിനകത്തുള്ള ആർട്ട് ആൻഡ് കൾച്ചർ നമുക്ക് മെയിൻസ് എക്സാമിനേഷന് ആവശ്യമുണ്ട്.
അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രിലിമിനറി എക്സാമിനേഷൻ ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ പഠിക്കണം, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ. എന്നാൽ നമുക്ക് ഏൻഷ്യൻ്റ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് ജനറൽ സ്റ്റഡീസ് ബോണ്ടിന് ആവശ്യമില്ല. രണ്ടാമത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം. അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററി പഠിക്കണം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ 1947 വരെ നമുക്ക് ആ കാലഘട്ടത്തെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഇന്ത്യക്ക് അതിനുശേഷമുള്ള ഹിസ്റ്ററി നമ്മൾ ഇവിടെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കേണ്ടതുണ്ട്. പിന്നീട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററി പ്രിലിമിനറി എക്സാമിനേഷന് ആവശ്യമില്ല. ഇനി അടുത്തത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററി നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ആവശ്യമില്ലായിരുന്നു, എന്നാൽ നമുക്ക് മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഇനി അടുത്തത് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് ആണ്. അപ്പം ഈ പറയുന്ന ഇന്ത്യയുടെയും വേൾഡിൻ്റെയും ജോഗ്രഫി നമ്മൾ പ്രിലിംസ് എക്സാമിനേഷന് സിലബസ് കണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ആവശ്യമായിട്ടുള്ളതാണ്. അടുത്തത് സൊസൈറ്റിയാണ്. സൊസൈറ്റി നമുക്ക് പ്രിലിംസ് എക്സാമിനേഷന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് റീസെൻ്റായിട്ട് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രിലിംസ് എക്സാമിനേഷന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്. എന്നാൽ മെയിൻസ് എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സൊസൈറ്റി. ഇനി അടുത്തത് പേപ്പർ 3 നോക്കാം. എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആണ്. അതും 250 മാർക്കിനുള്ള ഒരു എക്സാമിനേഷനാണ്. 3 മണിക്കൂർ എക്സാമിനേഷനാണ്. അതിനകത്തെന്ന് പറയുന്ന ടോപ്പിക്കുകൾ ഗവേണൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇതിനകത്ത് നമുക്ക് പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സിലബസുകളെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രിലിംസിനകത്ത് സിലബസ് നമുക്ക് വളരെ വളരെ ജനറലായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 നോക്കുമ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇനി ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആണ്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് ടെക്നോളജിയാണ്. അതിന് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ റീസെൻ്റായിട്ട് നമുക്കുണ്ടാകുന്ന ടെക്നോളജി ഡിഫൻസ് ലെവലിലാണെങ്കിലും ഇന്ത്യയുടെ ഡിഫൻസ് ലെവലിലാണെങ്കിലും അതുപോലെ തന്നെ അല്ലാതെ റീസെൻ്റായിട്ട് കിടക്കുന്ന കണ്ടുപിടുത്തങ്ങൾ പലതും നമുക്ക് ടെക്നോളജിയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കാം. ഇത് നമുക്ക് പ്രിലിംസിനും ആവശ്യമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. നമുക്കതിനെ എക്കണോമിക്സ് എന്ന് വിളിച്ച് പഠിക്കാം. പിന്നെ ഉള്ളത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, അതിനെ നമുക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി എന്ന് വിളിച്ച് പഠിക്കാം. പിന്നെ ഉള്ളത് സെക്യൂരിറ്റി ആണ്. അതിനെ നമുക്ക് ഇൻറ്റേർണൽ സെക്യൂരിറ്റി എന്ന് വിളിച്ച് പഠിക്കാം. ലാസ്റ്റ് ടോപ്പിക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത്ര കണ്ട് പ്രിലിംസിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിലും നമുക്ക് അതിന് അത്ര നെഗ്ലക്റ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 4 ആണ്. അതാണ് നമ്മുടെ പേപ്പർ 5. അതിനകത്ത് എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. ഇത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് അതായത് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് സെപ്പറേറ്റ് നമുക്ക് പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ പ്രിലിംസ് എക്സാമിനേഷൻ്റെ പേപ്പർ 1 ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് പേപ്പർ 2 ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് പേപ്പർ 6 ആൻഡ് 7 ആണ്. പേപ്പർ 6 ആൻഡ് 7 എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. നമ്മൾ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്താലും അത് നമുക്ക് 2 പേപ്പേഴ്സായിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുന്നത്. 250 മാർക്ക് വെച്ച് ടോട്ടൽ 500 മാർക്കായിരിക്കും നമ്മളെ ഓപ്ഷണൽ സബ്ജക്റ്റ്. അപ്പോൾ പലപ്പോഴും പല ആളുകൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ത് ചൂസ് ചെയ്യും എന്നത് പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടാകാറുണ്ട്. എന്ത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്നതിനെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ചെറുതായിട്ടൊരു കാര്യം കൂടെ നമുക്ക് പറയാം. ഏത് സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്താലും മറ്റുള്ളവർ ഏത് സബ്ജക്റ്റ് എടുക്കുന്നു എന്നുള്ളതിനെ വെച്ചിട്ട് നമ്മളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാതിരിക്കുക. പകരം നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. കാരണം എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1750 മാർക്കാണ് മെയിൻസ് എക്സാമിനേഷൻ. അതിനകത്ത് 500 മാർക്കുള്ള നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ്. അപ്പം നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് അവരുടേതായിട്ടുള്ള എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു IIT ലെവലിലുള്ള കാൻഡിഡേറ്റ്സുമായിട്ടായിരിക്കും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ അത് ചിലപ്പം നിങ്ങൾക്ക് അത്രയും കണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ജനറലായിട്ടുള്ള സബ്ജക്റ്റുകൾ കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ലൈക്ക് ആന്ത്രപ്പോളജി, ജോഗ്രഫി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, പപ്പാഡ് അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്താലും ചൂസ് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് പേപ്പർ 1, 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഓപ്ഷണൽ സബ്ജക്റ്റ് നോക്കാം. ഇവിടെ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു 25 ഓപ്ഷണൽ സബ്ജക്റ്റ് കാണാം. അതിനകത്ത് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി സയൻസ്, ആന്ത്രപ്പോളജി, ബോട്ടണി, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജോഗ്രഫി, ജിയോളജി, ഹിസ്റ്ററി, ലോ, മാനേജ്മെൻറ്റ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി. ഈ 25 സബ്ജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 26ാമത് ലിറ്ററേച്ചറാണ്. ഈ 26ാമത്തെ ഓപ്ഷനകത്ത് നമുക്ക് 23 ലാംഗ്വേജസിൽ നമുക്ക് ലിറ്ററേച്ചർ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് 22 ലാംഗ്വേജ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള 22 ലാംഗ്വേജ് പ്ലസ് ഇംഗ്ലീഷാണ് നമുക്ക് ഓപ്ഷനായിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി 25 + 23 48 ഓപ്ഷണൽ സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ 48ൽ നിന്ന് ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ലിറ്ററേച്ചറിനകത്ത് നമുക്ക് മലയാളം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. ഒരു ശുഭദിനം നേരുന്നു.